പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ ആഴ്ച ബീങ് റിച്ചിനെ കുറിച്ചും ലുക്കിംഗ് റിച്ചിനെ കുറിച്ചും വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ആ വീഡിയോ താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബീങ് റിച്ച് ആകണമെങ്കിൽ, അതായത് യഥാർത്ഥത്തിൽ ഒരു സമ്പന്നനാകണമെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് NIW. അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ജോസിച്ചൻ്റെയും തൊമ്മിച്ചൻ്റെയും കഥയിലേക്ക് പോകാം. ഇവർ രണ്ടുപേരും കുട്ടനാടിൽ താമസിക്കുന്ന സുഹൃത്തുക്കളാണ്. ഇപ്പം നിലവിൽ അവർ ഇൻഫോ പാർക്കിൽ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, IT കമ്പനിയിൽ അവരുടെ ജോബിലുള്ള പ്രഷർ കൊണ്ടും പിന്നെ AI പോലെയുള്ള പല സംഭവങ്ങൾ വരുന്നതുകൊണ്ട് ജോബ് സെക്യൂരിറ്റി അവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഈ കുട്ടനാട്ടുകാരായതുകൊണ്ട് അവർക്ക് താറാവ് കൃഷിയോട് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇപ്പം നമ്മുടെ ജോസിച്ചനും തൊമ്മിച്ചനും അവർ ഈ താറാവ് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു ഫാം അവർ വാങ്ങിയിട്ടു. ഇവിടെ ഇത് ജോസിച്ചൻ്റെ ഫാമാണ്, ഇത് തൊമ്മിച്ചൻ്റെ ഫാമാണ്. ഇവർ രണ്ടുപേരും ഒരു ഫാം, കാരണം ഇവരുടെ ഒരു പാഷനാണ് ഈ താറാവ് കൃഷി. അതിനുശേഷം എന്ത് ചെയ്തു, ഇവർ എല്ലാ മാസവും അവർക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു സർട്ടൻ തുക ഉപയോഗിച്ച് ജോസിച്ചനെ തൊമ്മിച്ചൻ ആദ്യം എന്ത് ചെയ്തു, ഏകദേശം ഒരു 10 താറാവിനെ ആദ്യത്തെ മാസം, അതായത് ഇപ്പോൾ നല്ല രീതിയിൽ മുട്ട ലഭിക്കുന്ന ഒരു 10 താറാവും കുഞ്ഞുങ്ങളെ തൊമ്മിച്ചൻ വാങ്ങിയിട്ടു. ഇതുപോലെ തന്നെ ആദ്യത്തെ മാസം ഇപ്പം നമ്മുടെ ജോസിച്ചനും ഏകദേശം ഒരു 10 താറാവിനെ വാങ്ങി. അടുത്ത മാസം തൊമ്മിച്ചൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹം താറാവിൻ്റെ എണ്ണം ഒരു 10-15 താറാവിനെ അദ്ദേഹം വാങ്ങിയിട്ടു. എന്നാൽ ആദ്യത്തെ മാസം ഭയങ്കര താല്പര്യമായിരുന്നു ഈ ജോസിച്ചനെ സംബന്ധിച്ച്. അടുത്ത മാസം ഈ സമയത്ത് ജോസിച്ചൻ വാങ്ങുന്ന താറാവിൻ്റെ എണ്ണം 5 ആയിട്ട് കുറഞ്ഞു. അതിൻ്റെ പിന്നത്തെ മാസം തൊമ്മിച്ചൻ വീണ്ടും കുറേ താറാവും കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടു. ഇവിടെ ജോസിച്ചനെ സംബന്ധിച്ച് ഈ മാസം ജോസിച്ചൻ ആകെ 3 താറാവിനെ വാങ്ങിയുള്ളൂ. അടുത്ത മാസം ഈ സമയത്ത് തൊമ്മിച്ചൻ വീണ്ടും കുറേ താറാവിനെ വാങ്ങി. ഈ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജോസിച്ചനെ സംബന്ധിച്ച് ചെറിയൊരു അത്യാവശ്യം വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും വിറ്റിട്ട് ആ പൈസ ഉപയോഗിച്ച് പുള്ളിയുടെ ആ ചെറിയ കാര്യം നടത്തി. പക്ഷെ ആ സമയത്തും തൊമ്മിച്ചൻ ഇങ്ങനെ താറാവിനെ മേടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ഫാം നിറച്ചും താറാവായി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, തൊമ്മിച്ചൻ അടുത്ത ഫാം വാങ്ങിയതിന് ശേഷം അതിലെ താറാവിനെ വാങ്ങിയിടാൻ തുടങ്ങി. ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഫാം നിറഞ്ഞു. അടുത്ത ഫാം സ്വന്തമാക്കി അതിലും താറാവിനെ തൊമ്മിച്ചൻ വാങ്ങിയിടാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം തൊമ്മിച്ചന് ഇഷ്ടം പോലെ ഫാമുകളായി. അതിൽ നിറച്ച് താറാവ്, അതിൽ നിന്ന് മുട്ടകൾ ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മുട്ടകൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന തുക ഇപ്പം തൊമ്മിച്ചൻ്റെ ആ സമയത്തുള്ള സാലറിയുടേക്കാൾ പല മടങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് തൊമ്മിച്ചൻ എന്ത് ചെയ്തു, തൊമ്മിച്ചൻ്റെ ആ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ പാഷനായ ഈ ഒരു താറാവ് കൃഷിയിലേക്ക് പോയി. എന്നാൽ ആ സമയത്ത് ജോസിച്ചൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസിച്ചൻ വല്ലപ്പോഴും 1-2 താറാവിനെയൊക്കെ മേടിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ ഈ താറാവിനെ വിറ്റുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നിരവധി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോസിച്ചൻ അപ്പോഴും ആ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് NIW എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തൊമ്മിച്ചൻ അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് താറാവിനെ മേടിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു തുകയുണ്ട്. ആ തുകയാണ് നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത്. അതായത് നമ്മളെ വരുമാനത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ, നമുക്ക് നിക്ഷേപിക്കാൻ, നമുക്ക് അസറ്റ് മേടിക്കുന്നതിന് വേണ്ടി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന തുകയാണ് NIW, നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത്. ഇവിടെ ജോസിച്ചനെ തൊമ്മിച്ചനെ നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊമ്മിച്ചൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും എല്ലാ മാസം എന്നോളം NIW കണ്ടെത്തിയതിന് ശേഷം കൂടുതൽ അസറ്റ്, ഇവിടെ എളുപ്പത്തിൽ ഞാൻ താറാവിൻ്റെ ഒരു കൃഷി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, കൂടുതൽ അസറ്റ് വാങ്ങിക്കൊണ്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ അസറ്റിൽ നിന്നുള്ള വരുമാനം തൊമ്മിച്ചൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതലാകുന്നൊരു സിറ്റുവേഷൻ വന്നു. എന്നാൽ ഇവിടെ ജോസിച്ചനെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചു, ജോസിച്ചൻ അസറ്റ് വാങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റ് വാങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ
കൺസിസ്റ്റൻസി, ആ പേഷ്യൻസ്, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇത് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ജോസിച്ചൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കൺസെപ്റ്റാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ 2 വ്യക്തികളെ ഞാൻ പരിചയപ്പെട്ടു. ഒരു വ്യക്തിയുടെ മാസ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. വേറെ ഒരു വ്യക്തിയുടെ മാസ വരുമാനം 2 ലക്ഷം രൂപയാണ്. ഈ 10 ലക്ഷം രൂപ വരുമാനമുള്ള ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇദ്ദേഹം വളരെ പോഷായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 10 ലക്ഷം രൂപ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. എന്നാൽ ഈ 2 ലക്ഷം രൂപ വരുമാനമുള്ള ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൽ നിന്ന് ഏകദേശം 50% തുക NIW ആയിട്ട് കണ്ടെത്തി ഇദ്ദേഹം അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി, അതിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഗോൾഡിലോ ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന് എല്ലാ മാസവും 50% മാറ്റാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അടുത്ത 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഈ 2 പേരിൽ ആർക്കായിരിക്കും കൂടുതൽ ഇപ്പോൾ പീസ് ഓഫ് മൈൻഡ് ഉള്ളത്, ആർക്കായിരിക്കും കൂടുതൽ വെൽത്ത് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഈ 2 ലക്ഷം രൂപ ഉള്ള ഈ വ്യക്തിക്കാണ്. അതിനർത്ഥം എന്താണ്? കൂടുതൽ വരുമാനം ഏൺ ചെയ്യുക എന്നതല്ല, നമ്മൾ ഏൺ ചെയ്യുന്ന വരുമാനത്തിൽ നിന്ന് എത്ര തുക NIW ആയിട്ട് നമുക്ക് അസറ്റ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുവാൻ പോകുന്ന ഒരു കാര്യം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് സപ്പോസ് ലക്ഷക്കണക്കിന് രൂപ, ഇപ്പം ഇങ്ങനെ കുറേ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് NIW മാറ്റാൻ, നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്തായിട്ട് ഒന്നും മാറ്റാൻ ഇല്ലെങ്കിൽ നിങ്ങൾ വട്ടപൂജ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യാത്ര നാശത്തിലേക്കാണ്. കാരണം എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ വരുമാനം സ്റ്റോപ്പ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരും. അന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് NIW, നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത്. അതായത് നമ്മളെ വരുമാനത്തിൽ നിന്ന് നമുക്ക് നിക്ഷേപിക്കാൻ, അസറ്റ് വാങ്ങിക്കൂട്ടാൻ. ഇപ്പം ജോസിച്ചൻ്റെ തൊമ്മിച്ചൻ്റെ കഥയിൽ പറയുന്ന പോലെ താറാവും കുഞ്ഞുങ്ങളെ വാങ്ങുവാനുള്ള ഒരു തുക എല്ലാ മാസം എന്നോളം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഒരു മാസം ഇപ്പം താങ്കളെ സംബന്ധിച്ച് NIW ഒന്നും മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ആ മാസം താങ്കളുടെ പേഴ്സണൽ വെൽത്ത് എന്നുള്ളത് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NIW എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തിനു വേണ്ടി വർക്ക് ചെയ്യണം? നമുക്ക് കൂടുതൽ NIW ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം തൊമ്മിച്ചനെ സംബന്ധിച്ച് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ് ഇൻകം, അതായത് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ താറാവിൽ നിന്ന് ലഭിക്കുന്ന മുട്ട വെച്ച് കിട്ടുന്ന ഇൻകത്തേക്കാൾ കുറഞ്ഞൊരവസ്ഥ വന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അസറ്റിലൂടെ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം ആക്റ്റീവ് ഇൻകത്തേക്കാൾ കൂടുതലായ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് NIW നമുക്ക് എല്ലാവർക്കും തന്നെ വേണം. അടുത്ത ആഴ്ച നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ ഈ NIW വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സീക്രട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വളരെ റെലവൻ്റായിട്ട്, കാരണം നമ്മളെ സംബന്ധിച്ച് പല ആൾക്കാർക്കും ഈ NIW കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ എങ്ങനെയാണ് NIW കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10,000-3,000 കസ്റ്റമേഴ്സിനെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് NIW കണ്ടെത്തുന്നത്? അപ്പോൾ അവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സീക്രട്ടാണ് അടുത്ത ആഴ്ച ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പേഴ്സണലൈസ്ഡ് സർവീസിനെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി, പ്രത്യേകിച്ച് NIW ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സീക്രട്ടുമായി
അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.